നീണ്ടപാറ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷം. ജനജീവിതം പൂർണ്ണമായും താറുമാറായിട്ടും അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ പരിഹാരത്തിനായി പ്രക്ഷോഭങ്ങൾക്കൊരുങ്ങുകയാണ് കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ സമിതി. വന്യമൃഗശല്യം അതിരൂക്ഷമായ നീണ്ടപാറ മേഖലയിൽ ജനജീവിതം ദുരിതത്തിലായിട്ട് നാളുകളായി. കാട്ടാനകളുടെ ശല്യം മൂലം പലയിടത്തും കൃഷിയിടങ്ങൾ നാശോന്മുഖമാണ്. റോഡുകളുടെ തകർച്ച മൂലം വാഹന ഗതാഗതവും പരിതാപകരമായ അവസ്ഥയിലായിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ ബന്ധപ്പെട്ട അധികാരികൾക്ക് പലവട്ടം പരാതികൾ നൽകിയിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. ഈ വഴി കൂടി ഒരു വണ്ടി വരില്ല, ഒരു ബൈക്ക് പോലും കടന്നു പോകില്ല. രാത്രി സമയത്ത് ഒരു എമർജൻസി വന്നു, ഒരു ആന ഒരാളെ ചവിട്ടി കൊന്നു, ഇവിടെ നിന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഫോറസ്റ്റുകാർക്ക് ഇവിടേക്ക് വരും, നാട്ടുകാർക്ക് എത്താനോ പോലും സാധിക്കുന്നില്ല. അത്രമേൽ വഴി മോശമാണ്. വഴിയുടെ കാര്യം നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ. ഇവിടെ കിടക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാവുന്നതാണ്. ഓരോ ഗ്രാമസഭയിലും ഞങ്ങൾ ഈ കാര്യം പറയുന്നതല്ലാതെ ഇതിനൊരു പ്രതിവിധിയില്ല. സന്ധ്യ മെമ്പറായിട്ട് ഇരുന്നേ പിന്നെ ഒരു 400 മീറ്റർ ചെയ്തിട്ടുണ്ടല്ലേ, 403 ലക്ഷം നമുക്ക് പഞ്ചായത്തിൽ കണ്ടിട്ടുണ്ടോ പുതിയ ആകെ ഒരു കുറച്ച് സ്ഥലം മെമ്പറായിട്ട് മെമ്പറിൽ പറഞ്ഞിട്ട് എന്ത് കാര്യം? 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഓരോ ഗ്രാമസഭയിലും പറയുന്ന കാര്യമാണ്. യാതൊരു പ്രതികരണവും ഇതിനില്ല. ഇപ്പൊ ഓരോരുത്തരും വന്ന് ഈ വഴി കാണുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഒരു പ്രതികരണം വേണ്ടേ? അതുമില്ല. കണ്ണന്റെ അടുത്താണെങ്കിലും കഴിഞ്ഞ വർഷം ഈ സമയത്ത് ആന കയറി, ഇവർ ആനയുടെ നടുക്ക് നിൽക്കുമായിരുന്നു. ഇതുങ്ങളുടെ കന്നാലികളടക്കം ആനക്കൂട്ടിലായിരുന്നു സന്ധ്യാസമയത്ത്. ആനേനെ അഴിക്കാൻ പോയി ആനയെ ഓടിക്കാൻ ചെന്ന് തിരിച്ച് ഫോറസ്റ്റുകാരെ വിളിച്ചു വരുത്തിയാണ് ആനേനെ ഓടിച്ചിറക്കിയിട്ട് കന്നാലിനെ അഴിച്ചുകൊണ്ട് വന്നത്. അപ്പൊ അതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. ഇറങ്ങി കഴിഞ്ഞപ്പോ ആന ഇവിടെ നിൽക്കുമായിരുന്നു. ആന പാഞ്ഞിങ്ങ് വന്നിട്ട് ഓടി പെരക്കാത്തേക്ക് കയറി കാരണം തല നാരിക്ക് രക്ഷപ്പെട്ടു. ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ തന്നെ ഫോറസ്റ്റുകാരെ വിളിച്ചു. ഞങ്ങൾക്ക് ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെ കിലികിലാന്ന് വിറച്ചോണ്ടിരിക്കുവാണ്. വേഗം മെമ്പറെ വിളിച്ചു, മെമ്പറുടെ ഹസ്ബൻഡിനെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. അവരൊക്കെ വന്നു. ഫോറസ്റ്റുകാർ 10 മിനിറ്റിനുള്ളിൽ വന്നപ്പോഴും ആന ഇറങ്ങിപ്പോയി. ഞങ്ങൾ ഹസ്ബൻഡ് ഈ ജനലൊക്കെ വന്നു നിന്നിട്ട് ഭയങ്കരമായിട്ട് ഒച്ചയെടുത്തു. ഞാൻ ഇവിടെ കിടന്ന് അലറി വിളിച്ച് മുലവിളിച്ചു. ഒരു 15 മിനിറ്റ് ആന ഇവിടെ നിന്നിട്ട് ആന പയ്യെ ഇറങ്ങി അങ്ങോട്ട് കടന്നു. കാട്ടാനകളെ തുരുത്തുവാനോ തടയുവാനോ ആവശ്യമായ നടപടികൾ പോലും ഉണ്ടായില്ല. ഫെൻസിംഗ് നടപടികളുടെ കാര്യത്തിലും ഉദാസീനതയാണ് വനം വകുപ്പിനും. ഈ സാഹചര്യത്തിൽ കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ സമിതി ഭാരവാഹികൾ നീണ്ടപാറ മേഖലയിലെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചു. കാട്ടുമൃഗ ആക്രമണത്തിലുള്ള വേദനയിൽ പങ്കുചേരാനാണ്. പങ്കുചേരുക മാത്രമല്ല, ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുപോലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ അടങ്ങിയിരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം അത്രമാത്രം വേദനിക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണുവാൻ സാധിച്ചിരിക്കുന്നത്. എല്ലുമുറിയെ പണി എടുക്കുന്ന ഈ കർഷക ജനത അവരുടെ കൊക്കോയും അവരുടെ തെങ്ങും അവരുടെ മറ്റു കൃഷികളെല്ലാം വാഴയെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുന്ന ഞങ്ങളെ കാണിക്കുകയായിരുന്നു. എന്തുമാത്രം വേദനയോടുകൂടിയാണ് അവരുടെ കാര്യം പങ്കുവച്ചത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് മാത്രമല്ല, വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ ഇതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ സമരമുറയുമായിട്ട് മുന്നോട്ട് നീങ്ങുവാൻ നിർബന്ധിതരാകും എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. നാട്ടുകാരുമായി സംസാരിച്ച് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കി. നിലവിൽ കാട്ടാനകൾ നശിപ്പിച്ച കൃഷിയിടങ്ങളും തകർന്ന റോഡുകളും അധികൃതർ നൽകുന്ന ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങളും മാത്രമാണ് നീണ്ടപാറ ഗ്രാമവാസികളുടെ മുന്നിലുള്ളത്. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ സമിതി ഭാരവാഹികൾ അറിയിച്ചു. ആനശല്യം രൂക്ഷമായ നീണ്ടപാറ പ്രദേശത്താണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. സ്ഥിരമായിട്ട് അക്കരെ കാട്ടിൽ നിന്ന് കാട്ടാന ഇവിടെ വരികയും ആളുകളുടെ കൃഷിയൊക്കെ ധാരാളമായിട്ട് നശിപ്പിക്കുകയും ചെയ്ത കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. പക്ഷേ സ്ഥിരമായിട്ട് ആന ഇവിടെ വരികയും ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ട് ഫോറസ്റ്റ് അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടുള്ള എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം. ഇവിടെ ഇവർ പല ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും യാതൊരു നടപടിയും ഫോറസ്റ്റ് അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ഈ കാട്ടാന വരുന്നത് തടയാൻ വേണ്ടി ഞാൻ പറയുന്നത്, ജനങ്ങളുടെ നികുതി പണം വാങ്ങി ശമ്പളം വാങ്ങിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെറുതെ അവരുടെ ഓഫീസുകളിൽ ഇരിക്കുകയാണ്. അവരെ ഈ ആന കടന്നു വരുന്നത് തുരത്തി ഓടിക്കാനോ തടയാനോ വേണ്ടിയുള്ള യാതൊരു നടപടിയും അവർ എടുക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമാണ്. ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാരുടെ യോഗം വിളിച്ചു ചേർക്കുവാനുള്ള ഒരുക്കത്തിലാണ് സമിതി അംഗങ്ങൾ. കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ പ്രസിഡന്റ് സണ്ണി കടത്താഴെ, രൂപതാ ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചളക്കാട്ട്, രൂപതാ കമ്മിറ്റി അംഗം ജോർജ് കുര്യാക്കോസ് ഓലിയപ്പുറം, ഫൊറോന കമ്മിറ്റി അംഗം പയേസ് തെക്കേക്കുന്നിൽ എന്നിവരാണ് സന്ദർശന സംഘത്തിലുണ്ടായിരുന്നത്. മീഡിയ സിസ്റ്റി കോതമംഗലം.